ഈ കാണുന്ന ചുവന്ന ദ്രാവകമാണ് നമ്മുടെ പച്ചക്കറികളെ നശിപ്പിക്കുന്ന കീടങ്ങളെയും പുഴുക്കളെയും ഇല്ലാതാക്കാൻ പോകുന്നത്. ഇലയുടെ മുകളിലും അതുപോലെ താഴെയുമായിട്ട് കൃത്യമായിട്ട് ഇത് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുക്കുംബറിൻ്റെ തൈകളാണിത്. ഇപ്പം ഏകദേശം ഒരു 8ഓളം ഗ്രോ ബാഗിൽ നമ്മൾ കുക്കുംബറിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവരും നേരിടുന്നൊരു ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടാകുന്ന ഈ ഒരു പ്രാണിയുടെ ശല്യവും അതുപോലെ നമ്മുടെ ഈ ഒരു പുഴുവിൻ്റെ ശല്യവുമാണ്. പ്രത്യേകിച്ച് ഈ ഇല തിന്നുന്ന പ്രാണിയുടെ ശല്യം. ഇത് കണ്ടോ, നമ്മുടെ കുക്കുംബറിൻ്റെ അതായത് നല്ല രീതിയിൽ തന്നെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഒരു ഇലയെല്ലാം നമ്മുടെ ഈ ഒരു പ്രാണി, ഇത് പുഴുവല്ല, ഞാൻ കണ്ടിരുന്നത് ഇതൊരു പറക്കുന്ന ഒരു തരം ഈച്ചയാണ്. ആ ഈച്ച വന്ന് കടിച്ച് തിന്നുന്നതാണ് കേട്ടോ. കൃത്യമായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം കേട്ടോ അത്യാവശ്യം ഇതിൻ്റെയൊക്കെ ഇല കടിച്ച് നന്നായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയും ഇവിടെ കാണാൻ പറ്റും. ഇതാണ്ടോ, ഈ ഇരിക്കുന്ന ആ ഒരു ഈച്ചയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇല തിന്ന് നശിപ്പിക്കുന്നുണ്ടോ. നല്ല റൗണ്ടായിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതിനെയൊക്കെ ഒഴിവാക്കാനെ കൊണ്ട് നമുക്ക് വളരെ നാച്ചുറലായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരൊറ്റ വട്ടം തളിച്ചാൽ മതി, പിന്നീട് ഈ സാധനമൊന്നും നമ്മുടെ ഈ ഒരു ഇലക്കകത്തേക്ക് വരുത്തതേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇതുണ്ടോ, അഗ്രോ പ്ലസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ ഈ പറയുന്ന കീടങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന നാച്ചുറൽ പ്രോഡക്റ്റാണ്. അതായത് മറ്റു രാസവസ്തു ഒന്നും തന്നെയല്ല, അഗ്രോ പ്ലസിൻ്റെ നാച്ചുറലായിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഉണ്ട്, നല്ല ചുവപ്പ് കളറാണ്. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് നമ്മുടെ മണ്ണിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ചെടികളെയോ ഒന്നും നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല കേട്ടോ. ഒരു നാച്ചുറൽ അഗ്രോ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ 15 ml സാധനം മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. വെറും 15 ml ഈ ഒരു മരുന്ന് എടുത്താൽ മാത്രം മതിയേ. അപ്പം ഇതിൻ്റെ ഒരു മരുന്ന് ഞാൻ ആദ്യം എടുത്ത് കാണിക്കാം. എന്നിട്ടെന്തേ ഞാൻ ആ ഒരു മരുന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രത്തോളം മരുന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്കൊരു സ്പ്രേയറും കുപ്പിയും വേണം. ഇത് സാധാ കുപ്പിയാട്ടോ, ഇതിൻ്റെ അത് പായലുള്ളതുകൊണ്ട് പച്ച നിറത്തിൽ തോന്നിയാണ്, വെറും സാധാ കുപ്പിയാണ്. അപ്പം ഇതിനകത്തേക്കാണ് നമുക്ക് ഈ ഒരു മരുന്നിനെ മാറ്റേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു 15 ml ഓളം നമ്മൾ വരുന്ന ഈ മരുന്നുണ്ടല്ലോ, ഈ ചുവന്ന മരുന്ന്, ഈ മരുന്ന് നമ്മൾ നമ്മുടെ ഈ സ്പ്രേയറിനകത്തേക്ക് ഒഴിക്കുകയാണേ. ഇതാ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതാ ഭാഗത്ത് മരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് കൃത്യം 1 ലിറ്ററോളം വെള്ളം കേട്ടോ. 15 ml ഈ ഒരു മരുന്നിന് 1 ലിറ്റർ വെള്ളമാണ് വേണ്ടുന്നത്. അപ്പം ആ 1 ലിറ്റർ വെള്ളം കൂടെ ഞാൻ നിറച്ചിട്ട് വരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഏകദേശം 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ അല്ല, ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. എന്നാലും ഞാൻ അതിനനുസരിച്ചുള്ള മരുന്നും കൂടെ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് ഏകദേശം ഒരു ചുവപ്പ് നിറത്തിലേക്ക് മാറി. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ചെടിയിലേക്ക് കേട്ടോ, മറ്റൊന്നുമില്ല, വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ ചെടിയിലേക്ക് നമുക്ക് അടിക്കാം. നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചെടിയുടെ മുകൾ ഭാഗത്തായിട്ട് ആദ്യം സ്പ്രേ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഒരു സ്പ്രെയർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അതിനാണ് സ്പ്രെയർ എടുക്കാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് കയ്യിലും തളിക്കാൻ പറ്റും, പക്ഷേ കൈ തളിക്കുമ്പോൾ നമ്മുടെ ഇലയിലൊന്നും കൃത്യമായിട്ട് എത്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇതുപോലെ സ്പ്രെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെടിയുടെ മുകളിലെ ഭാഗത്തടിക്കുക, ഇലയുടെ മുകളിലെ ഭാഗത്തടിക്കുക. അതിനുശേഷം ചെടിയുടെ അടിയുടെ ഭാഗത്തും, അതായത് ഇലയുടെ അടിയുടെ ഭാഗത്ത് ഇങ്ങനെ അടിക്കാനെ കൊണ്ട് ഈ ഒരു സ്പ്രെയറാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനെ സ്പ്രെയർ ഉപയോഗിച്ച് കൃത്യമായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ അടിപൊളിയായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. വളരെ സിമ്പിൾ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ പേര് മറന്നു പോകണ്ട. നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അഗ്രോ പ്ലസ് എന്നാണ്. നമ്മുടെ എല്ലാ അഗ്രോ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടും. ഏകദേശം കുറച്ചൊരു 60 രൂപ മാത്രം വിലയുള്ളൂ. ആ ഒരു 60 115 രൂപ ഉണ്ടെങ്കിലും ഒരു 60 രൂപ 70 രൂപ മാത്രം വിലയുള്ളൂ കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിക്കോ. നമ്മുടെ ഈ ഒരു പച്ചക്കറി, അതിപ്പം കുക്കുംബറെന്നല്ല, പയറാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ പച്ചക്കറിയിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രാണികളെയും ഈ ഒരു പുഴുക്കളെയും ഈ ഒരു സാധനം ഇല്ലാതെയാക്കും.